മാമിന്റെ ആർഎഞ്ചൽസ് പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് ബോച്ചായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഡബിൾ മീൻസ് പറഞ്ഞായിരുന്നോ? അതിന് അറസ്റ്റിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷോയിൽ അങ്ങനെ ഒരു ഡബിൾ കമൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മുടെ ബോച്ചിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ജനങ്ങളാണ് ഞങ്ങൾ തൃശ്ശൂരുകാരെന്ന് പറയാം. പിന്നെ അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയണം കേട്ടോ. പിന്നെ അറസ്റ്റിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മാസം മുന്നേ നടന്നൊരു സംഭവത്തിന് ഈ അടുത്ത് കുത്തിപ്പോക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. എനിക്കതിലെന്തോ നിഗൂഢത ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കതിനെ പറ്റി എന്താ പറയുക, അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചുമ്മാ ഒരു ഡ്രാമ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആയിരുന്നല്ലോ റീസെൻ്റ്ലി ഒരു ഡിസംബർ 30 നടന്ന ഇവൻ്റ് ആയിരുന്നു. അടിപൊളി, പക്ഷേ പൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, പുള്ളിക്കാരൻ ഒരുപാട് സോഷ്യൽ വർക്കും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറയാതെ തന്നെ ഷോയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് മാത്രമല്ല, പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ വേദി വളരെ കളർഫുള്ളാക്കി തന്നിരുന്നു. അപ്കമിങ് പ്രൊജക്റ്റിൽ ബോച്ചനെ തന്നെ വിളിക്കുക? തീർച്ചയായിട്ടും ബോച്ചനെ തന്നെയല്ല, ബോച്ചനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു.